ഇന്നല്ലദീന ഫറഖൂ ദീനഹും വകാനൂ ശിയഅ ലസ്ത മിൻഹും ഫീ ഷൈ. ഇന്നല്ലദീന ഫറഖൂ ദീനഹും, ദീനിനെ ഛിന്ന ഭിന്നമാക്കിയവർ, വ്യത്യസ്ത ഗ്രൂപ്പുകളാക്കി മതത്തെ മാറ്റിയ ആളുകൾ, വകാനൂ ശിയഅ, അങ്ങനെ അവർ ഷിയകളായി മാറി, കക്ഷികളായി മാറി, ഗ്രൂപ്പുകളായി മാറി. നബിയെ ലസ്ത മിൻഹും ഫീ ഷൈ, അത്തരം ആളുകളുമായി ഒരു ബന്ധവും താങ്കൾക്ക് പാടില്ല എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങൾ അത്തരം ചിന്താഗതികളിൽ നിന്ന്, അത്തരം ആളുകളിൽ നിന്ന്, തീവ്രവാദത്തിന്റെ, ഭീകരവാദത്തിന്റെ ആളുകളിൽ നിന്ന് മാറി നിൽക്കണം. അവരുടെ സമീപനങ്ങളിലും ചിന്താഗതികളിലും മാറ്റമുണ്ടായപ്പോൾ അവരുടെ ഹൃദയങ്ങൾ തന്നെ തെറ്റിപ്പോയി. ഫലമ്മ അസാഗു അസാഗല്ലാഹു ഖുലൂബഹും, ശരിയായ റൂട്ടിൽ നിന്ന്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മൻഹജിൽ നിന്ന്, സ്വഹാബത്തിന്റെ മൻഹജിൽ നിന്ന് അവർ തെറ്റിയപ്പോൾ അവരുടെ ഹൃദയത്തെയും അല്ലാഹു തെറ്റിച്ചു. അബൂ ഉമാമ അൽ ബാഹിലി റളിയല്ലാഹു അൻഹു പറയുന്നത് അത് ഖവാരിജികളാണ്. ഖവാരിജികളെ കുറിച്ചാണ് അല്ലാഹു പറഞ്ഞത്, അവർക്ക് എന്നും രണ്ടടയാളം ഉണ്ടാകും. ഒന്ന്, അവർ ഭരണകൂടത്തിനെതിരെ ഇറങ്ങി പുറപ്പെടും, രാജ്യങ്ങളിൽ വിപ്ലവമുണ്ടാക്കും, മുസ്ലിമീങ്ങൾ അതിന് പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. രണ്ടാമത്തത്, അവർ മുസ്ലിമീങ്ങളെ തക്ഫീർ ചെയ്യും. മുഴുവൻ മുസ്ലിമീങ്ങളും കാഫിറുകളാണ് എന്ന് വരെ പറഞ്ഞ ആളുകൾ അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. പലപ്പോഴും തെറ്റായ ആളുകളിൽ നിന്ന് മതം പഠിക്കുമ്പോഴാണ് ഇതുപോലെയുള്ള ചിന്തകൾ സമൂഹത്തിൽ വളരുന്നത്. തെറ്റായ സ്രോതസ്സുകളെ ആശ്രയിക്കുമ്പോഴും ഈ പ്രശ്നമുണ്ടാകും. പ്രത്യേകിച്ചും ആധുനിക കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ വർദ്ധിച്ചപ്പോൾ മുസ്ലിം ഉമ്മത്തിന്റെ ഹൃദയത്തിൽ തെറ്റായ ചിന്താഗതികൾ ഇട്ടുകൊടുക്കാൻ പല തന്ത്രങ്ങളും ഇത്തരം ആളുകൾ മെനയും. ഏതെങ്കിലും രാജ്യങ്ങളിൽ മുസ്ലിമീങ്ങൾ അനുഭവിക്കുന്ന പീഡനങ്ങളുടെ വീഡിയോകൾ അവർ ഷെയർ ചെയ്യും, എന്നിട്ട് വികാരം കൊള്ളിപ്പിക്കും. ഭരണാധികാരികളൊക്കെ എന്തെടുക്കുന്നു എന്ന് ചോദിച്ച് അതുപോലെയുള്ള വീഡിയോകൾ ഇറക്കും. തീപ്പൊരി പ്രസംഗങ്ങൾ നടത്തും. വലിയ വലിയ ആശയങ്ങൾ പറയുന്നത് പോലെ തോന്നിപ്പിക്കും. ജനങ്ങളെ അവർ ഇളക്കിവിടും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകളെ കുറിച്ച് പറഞ്ഞത്, വമിനൻ നാസ് മൻ യുഅ്ജിബുക ഖൗലുഹു ഫിൽ ഹയാത്തി ദുനിയ വയുഷ്ഹിദുല്ലാഹ അലാ മാ ഫീ ഖൽബി വഹുവ അലദ്ദുൽ ഖിസാം. മനുഷ്യരിൽ ചിലരുണ്ട്, അവർ ദുനിയാവിനെ കുറിച്ചേ ചർച്ച ചെയ്യുകയുള്ളൂ. രാഷ്ട്രീയമാണ് അവരുടെ പ്രധാന വിഷയം. അവരത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. അത് കേൾക്കുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടും. വലിയ താർക്കികന്മാരായിരിക്കും അവർ. അള്ളാഹുവിന്റെ പേരിൽ ആണയിട്ട് അവർ സംസാരിക്കും. എന്നാൽ അവരുടെ പ്രത്യേകത എന്താണ്? വഇദാ തവല്ല സഅ ഫിൽ അർദി ലിയുഫ്സിദ ഫീഹാ വയുഹ്ലികൽ ഹർസ വന്നസ്ൽ വല്ലാഹു ലാ യുഹിബ്ബുൽ ഫസാദ്. അവർ പിന്തിരിഞ്ഞു പോയാൽ ഭൂമിയിൽ അവർ കുഴപ്പമുണ്ടാക്കും. കൃഷിയും കുടുംബവും നാടും അവർ നശിപ്പിക്കും. അള്ളാഹു ഫസാദ് ഇഷ്ടപ്പെടുന്നില്ല. അത്തരം ആളുകളുടെ ഭംഗി വാക്കുകളിൽ സമൂഹമോ നമ്മുടെ മക്കളോ പെട്ടുപോകാൻ പാടില്ല. മുസ്ലിം ഉമ്മത്തിന്റെ പൊതുധാരയിൽ നിന്ന് മാറി ചിന്തിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇന്നമാ യഅകുലു ദിഅ്ബു അൽ ഗനമൽ ഖാസിയ. വേറിട്ട് നിൽക്കുന്ന ആട്ടിൻകുട്ടിയെയാണ് ചെന്നായ വേഗം പിടിക്കുക. പൊതുസമൂഹത്തിൽ നിന്ന് മാറി ചിന്തിക്കുകയും ഞാൻ വേറിട്ടവനാണെന്ന് ചിന്തിക്കുകയും മറ്റുള്ളവരെല്ലാം വേറെയാണ് എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ മക്കളിൽ കാണുന്നുണ്ടോ? മുഖ്യധാര പണ്ഡിതന്മാരിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അതല്ലാത്ത അറിയപ്പെടാത്ത പണ്ഡിതന്മാരിലേക്ക് അവർ പോകുന്നുണ്ടോ? അവരെവിടെ നിന്നാണ് ഇൽമു സ്വീകരിക്കുന്നത്? തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇല്ല എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഹലകൽ മുതനത്തിഊൻ, ഖുലുബിന്റെ ആളുകൾ നശിക്കും, നശിച്ചു പോകും, അവർ സമൂഹത്തെയും നശിപ്പിക്കും എന്നതിനെ കുറിച്ച് ഗൗരവത്തിൽ നാം മനസ്സിലാക്കണം. അതുകൊണ്ട് ഇതൊരു മധ്യമ സമൂഹമാണ്. ഒരിക്കലും അതിരുവിടാൻ പാടില്ല. അതിന്റെ അർത്ഥം മതം പഠിപ്പിച്ച കാര്യങ്ങളിൽ നിന്ന് പുറകോട്ട് പോകണമെന്നല്ല. ഫസ്തഖിം കമാ ഉമിർത്, അല്ലാഹുവും റസൂലും പഠിപ്പിച്ചതിനപ്പുറത്തേക്ക് പോകരുത്. ഏത് വിഷയത്തിലാണെങ്കിലും വലാ തത്ഗൗ, അതിരുവിട്ട് പോകാൻ പാടില്ല. എന്നാൽ പ്രമാണങ്ങളിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യണം. ഇതാണ് നമ്മുടെ രീതി.